ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ഏത്തപ്പഴവും പാലും ഓട്സും കൂടെ വെച്ചുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആണ്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. ഈ പായസം അതിന് മധുരം ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ. അല്ലാത്തവർക്ക് സ്വല്പം മധുരമൊക്കെ ചേർക്കാം, ശർക്കരയോ പഞ്ചസാരയോ അവനോ ഇഷ്ടമുള്ള മതി. അപ്പോൾ ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. അത് വറുത്ത് കോരി അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഒരു 2 ഏത്തപ്പഴം ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി എടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആ മധുരം ആ പഴത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ മധുരമൊന്നും ഞാൻ ചേർക്കുന്നില്ല, ചെറുതായിട്ട് 1 ടീസ്പൂൺ മധുരം ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് അത് കോരി എടുക്കണം. അപ്പോൾ ഇതെല്ലാം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതിനെ അത് പാനിൽ നിന്ന് കോരി മാറ്റി എടുക്കാം. കോരി മാറ്റിയത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു 1/2 ലിറ്റർ പാല് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് സ്വല്പം മധുരം കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയവരാണെങ്കിൽ മധുരം അങ്ങ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആ മധുരവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഏത്തപ്പഴം ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കഴുകി ആ വെള്ളവും കൂടെ നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി അതൊന്ന് ചുവനെ ഇളക്കി തിളപ്പിച്ച് വേവിച്ച് എടുക്കാം. എളുപ്പം ഇത് കുറുകി വരും. കാരണം പാലും ഓട്സും ഒക്കെ ആണല്ലോ, ഓട്സും പഴവും ഒക്കെ ആണല്ലോ. കൈ കിടക്കാതെ ഇളക്കണം, അടിക്ക് പിടിക്കാതെ. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റി വന്നപ്പോൾ കുറച്ച് പാല് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഫ്ലേവറിന് വേണ്ടി 3 ഏലക്ക കൂടി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം വറ്റിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റി മൂപ്പിച്ച് വെച്ചിരുന്ന ഏത്തയ്ക്ക കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ അലങ്കരിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. കുറച്ച് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതെല്ലാം കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അലങ്കരിക്കുകയാണ്. ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏത്തയ്ക്ക എല്ലാം കൂടെ വെച്ച് ഒന്ന് അലങ്കരിച്ച് എടുക്കുകയാണ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം കൂട്ടുകാരൊന്ന് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, ബായ്.